അപ്പോൾ നമ്മൾ അടവി എക്കോ ടൂറിസം കോന്നിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടവഞ്ചിയിലാണ്. നല്ല അടിപൊളി ഏരിയ. ഇവിടെ എല്ലാം കാടും ചുറ്റും കാടും. അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുക്കൂടെ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആനയെല്ലാം ഇറങ്ങുമല്ലേ? ഇന്നലെ ഇറങ്ങി അവിടെ ചവിട്ടി ഇറങ്ങിയതാ. ഇതുവഴി എല്ലാം ക്രോസ് ചെയ്ത് പോകില്ലേ? സമയത്ത് ഒഴുക്കിനോടുള്ള വേറൊരു ട്രിപ്പ് കൂടെ ഉണ്ട്. 2 കിലോമീറ്റർ താഴെ ബാബു ഹെഡെന്ന് കണ്ടില്ലേ, അവിടെ ചെന്ന് കയറിയിട്ട് തിരിച്ച് വണ്ടിക്കാ വരാം. ആന കൂട്ടമായിട്ടല്ലേ ക്രോസ് ചെയ്യുന്നത്? കൂട്ടമായിട്ട് ഒറ്റയ്ക്ക്. വെള്ളത്തിന് നല്ല തണുപ്പല്ലേ? ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാറി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. അവിടെ അല്ലേ? എവിടെ സ്ഥലം? അതേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കും. ആ ഇവിടുന്ന് റോഡേ കയറിയിട്ട് ഇടത്തോട്ടങ്ങ് പോയാൽ മതി. പ്രൈവറ്റ് ഏരിയ. വെള്ളം ഇപ്പോൾ ഇല്ല. വെള്ളം ചെറിയ ഒരു കുളിക്കാനുള്ള വെള്ളമുണ്ട്. അവിടെ എന്നാ പറയുന്നത്? മണ്ണീറ. ആ വഴി നേരെ പോയാൽ മതി അല്ലേ? 1.5 കിലോമീറ്റർ. അപ്പോൾ അത്രയും വെള്ളമൊന്നുമില്ല. നല്ല റോഡാണ്. വേറെ മൃഗങ്ങളും എല്ലാം ഉണ്ടോ ഇതല്ലാതെ? എല്ലാ ജീവികളും, നമ്മുടെ കേരള വനത്തിലുള്ള എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലല്ലേ? ഇത് അച്ചൻകോവ്, ശബരിമല, തേക്കടി, ഗവി ഇതെല്ലാം കണക്റ്റഡാണ്. അത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഏരിയ ഇത്. ടൂറിസ്റ്റുകൾ കുറവാണ്. ഈ വെള്ളം പിന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിന്നെ കുറവാണ്. ഇവിടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ആൾക്കാർ വരവ് കുറവാണ്. പേടിച്ചാണ് ഈ സാമ്പത്തിക ഇതൊക്കെയാണ് എല്ലാവരും താമസം. എല്ലാ ഏരിയയിലും വെള്ളം കയറിയതില്ല. ഇവിടെ എങ്ങനെയായിരുന്നു വെള്ളപ്പൊക്കത്തിന് നല്ല വെള്ളമായിരുന്നു ഇവിടെ. ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇത് രക്ഷാപ്രവർത്തനമായിട്ട് പോയിരിക്കുകയായിരുന്നു. ഇത് കൊണ്ടുപോയി ഇവിടുന്ന് ഫസ്റ്റ് പോയത്. റാന്നി 8 വെള്ളം രാവിലെ പോയി. ഒരുപാട് പേരെ രക്ഷിച്ചല്ലേ? എല്ലാം കൂടെ ഒരു 5000 പേര്. നമ്മൾ 27 എണ്ണം ഉണ്ടായിരുന്നു വെള്ളം. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് പോയി. 2 മണിയായപ്പോഴത്തേക്ക് എല്ലാ വെള്ളവും. ഈ വെള്ളത്തെ എത്ര പേര് കപ്പാസിറ്റി ഉണ്ട്? നമുക്ക് വെയിറ്റിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും. 12 പേര് വരെയൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോഴേ. അന്നേരം പിന്നെ ഈ വലിയ ഇത് നോക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് കാണാമല്ലേ? രാത്രി വിജയമൊക്കെ വെള്ളത്തിലാണ്. ഇനിയിപ്പോൾ കൂടി വരും. കാരണം ഉണക്ക് കൂടുന്നതനുസരിച്ച് ഈ വഴി തന്നെ ഉണ്ടാക്കുന്നതല്ലേ? ഇന്നിടത്തോടൊന്നുമില്ല. ഏതിലും ആന കയറി ചവിട്ടി പൊളിച്ച സ്ഥലമാണ്. നമ്മൾ ആ മലയെടുക്കുക വരെ പോയില്ലേ? ചവിട്ടി വരെ. നമ്മൾ മുമ്പ് കണ്ട മലയത്. നമ്മളിപ്പോൾ തിരിച്ചു പോവാം. ഇവിടെ എങ്ങനെ ഫുഡൊക്കെ കിട്ടും? എന്നാ സ്പെഷ്യൽ? അറിയില്ല. മീൻകറിയൊക്കെ ഉണ്ട്. കപ്പയും മീൻകറിയും. പിന്നെ ആകുമ്പോഴത്തേക്ക് ഊണാവും. എല്ലാം ഒരു 12 മണിക്ക് മുമ്പായിട്ട് ഊണാവും. മീൻ പോകും. മീൻ ഇടാനുള്ള തുണി പോലും എടുത്തില്ല. പിന്നല്ലേ ഇറങ്ങി കുളിക്കുന്ന ഇതിന്റെ 2 വശങ്ങൾ കാടാണ്. ഈ കാടിന്റെ അങ്ങോട്ട് പോകുന്ന റൂട്ടില്ല ബാംബു ഹെഡ് എന്ന് പറയും. അവിടെ ഇറങ്ങി നമ്മൾ പോയില്ല. ഇവിടെ അടിപൊളി മീനൊക്കെ ഈ മുന്നോട്ട് പോകണം.
ആറിൻ്റെ അടിയൊക്കെ പോകുന്നുണ്ട് ഈ നദിയുടെ ഇവിടെ വന്നിട്ട് നമ്മളെ കിടുമുയൽ മീനിൻ്റെ കിടിലം ഹണ്ടിങ് ഒക്കെ ഇവിടെ സൂപ്പറാവും. അതെ കുളക്കോഴിയൊക്കെ കുളക്കോഴി നീർക്കാക്ക ഇത് രണ്ട് വെള്ളം പൊങ്ങിയപ്പോ മരത്തെ കയറി പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ആ മരത്തിൽ കിടക്കുന്ന ആ പ്ലാസ്റ്റിക് എന്താ അത്രയും വരെ ഇവിടെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങിയ പ്രളയത്തിൽ അല്ലേ അവിടെ അല്ലേ ആ മരത്തിന്റെ പൊക്കത്തിൽ അടിപൊളി യാത്ര സൂപ്പർ നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് ഈ ഫീൽ ഒന്ന് ആസ്വദിക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ നല്ല ശുദ്ധവായുവെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അത്രയും മനോഹരമായ സ്ഥലമാണ്. നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ. മനോഹരത കുറഞ്ഞു കാരണം ഈ വെള്ളപ്പൊക്കമായപ്പോൾ ഒത്തിരി മരങ്ങളൊക്കെ ഇനി അതുപോലെ ആയി വരണം. ഈ രണ്ട് സൈഡിലും കിടു ഒടിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങോട്ട് ആറ്റിലോട്ട് മുക്കാലിടത്തും എല്ലായിടവും ഉണ്ടായിരുന്നു കണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു മലയാണ് അങ്ങോട്ട് അല്ലേ ഏട്ടാ മലയല്ലേ അവിടെ ഒരു വലിയ മലയാണ് ഈ പോകുന്ന റൂട്ട്. എന്താണ്ടേ വലിയ മരങ്ങൾ കണ്ട എന്താണ് മൊത്തം കാട് മരങ്ങൾ. ഇവിടെയൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഇതുപോലെ ആൾക്കാർ പോകുമ്പോൾ ആനയൊക്കെ ക്രോസ് ചെയ്യും ആ സമയത്ത് വയലൻ്റ് ആകുന്നു. ഒരുപാട് പ്രാവശ്യം വണ്ടി ഇഷ്ടംപോലെ ആണല്ലേ കാട്ടുപോത്ത് നിലം കാണും. നമ്മൾ തിരിഞ്ഞു പോവാണോ? അങ്ങോട്ടില്ലല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതില്ലല്ലോ ചേട്ടാ, ഒന്നുകൂടെ ഒന്ന് കറക്കാവോ? ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ല. ഇറങ്ങാനുള്ള അലോടില്ല. തന്നല്ല ഈ കരയിലോട്ട് കയറി കഴിഞ്ഞാൽ പുഴുവാണ്. ഇച്ചിരി കുറവുണ്ട്. 16 സീറ്റിൻ്റെ AC ആവും. നിങ്ങൾ ഒരു പക്ഷേ കണ്ട് കാണുമായിരിക്കാം. അടവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു വെള്ള വണ്ടിയില്ല അതിലെ ചിറ്റാർ വന്നിട്ടാണ് അത് 2000 രൂപ ഒരാൾക്ക്. അതപ്പോൾ 3 നേരത്തെ ആഹാരം, വെള്ളവും ചായയും, കുട്ടവഞ്ചിയുടെ ഇപ്പോഴത്തെ യാത്ര, കൊച്ചുപമ്പ ഡാമിൽ ഒരു ബോട്ടിംഗ് ഉണ്ട്. എല്ലാം കൊച്ചു പമ്പ അല്ലേ? അത് ആങ്ങമൊഴി കഴിഞ്ഞാൽ കയറി പോകണം. പറയാൻ പറ്റില്ല കേട്ടാ. നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ചിലപ്പോൾ സുജിത് ഭക്തൻ വന്ന് ചാടിയ സ്ഥലമായിരിക്കും അല്ലേ? സുജിത് ഭക്തൻ വന്ന സ്ഥലമായത്. നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്ന ആൾക്കാരാട്ടാ. മച്ചാനാണ് ആദ്യം ഇവിടെ എത്തിയത്. സുജിത് ഭക്തൻ ഇല്ലാതെ എന്താഘോഷം? സുജിത് ഭക്തൻ ഇല്ലാതെ എന്താഘോഷം? അവിടെ ചെറിയ ചെറിയ മീനുകൾ. നല്ല തണുപ്പുണ്ടല്ലേ? വെള്ളമൊക്കെ നല്ല ഐസ് പോലെ. നമുക്ക് കറങ്ങണ്ടേ? മൊബൈലൊക്കെ പിടിച്ചോണേ. നമ്മളിപ്പോ കറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ട ചേട്ടൻ കറങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ അടിപൊളി അടിപൊളി ചേട്ടാ, സൂപ്പർ. അത് പൊളിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മള്. അയ്യോ തല
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി അടിപൊളി. അയ്യോ പൊന്മാൻ രണ്ടായിട്ട് പോകുന്നു. മതിയായ കറങ്ങിയത്, ഇനി കറങ്ങണ ആ പുട്ട് കറങ്ങിപ്പോയി അല്ലേ? എന്തേ അല്ല എന്നെ പറഞ്ഞ വേണ്ട. നല്ല അടിപൊളി വെള്ളമാണ് തണുത്തെ. മുതലേ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, ആയിട്ടൊന്നും കിട്ടുന്നില്ല. സൂപ്പർ സ്ഥലം കേട്ടോ. അതൊക്കെ വരുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഇല്ലേ? സൂപ്പർ ഏരിയ. ഇവിടെ നല്ല തോട് കണ്ട് നമുക്ക് കിടുമുടിയല്ല ഹണ്ട് ചെയ്യാൻ തോന്നുന്നു. അടിപൊളി. കുരങ്ങനൊക്കെ ഉണ്ട്, കുരങ്ങ് ഇഷ്ടം പോലെ കുരങ്ങൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ക്യാമറയൊന്നും എടുത്തില്ല. നമ്മളിപ്പോൾ മൊബൈൽ ക്യാമറ ചെയ്തുകൊണ്ട് വലിയ ഗുമ്മ് കാണത്തില്ല. അടിപൊളി. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ. ഈ കൊട്ടവഞ്ചി എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും വന്ന് ഒരു വട്ടമെങ്കിലും വന്ന് ഇവിടെ എൻ്റർടൈൻ ചെയ്യേണ്ടതാണ്. എത്ര മനോഹരമായ കാഴ്ചകളാണ് കണ്ടു നോക്കി. പ്രകൃതി രമണീയമാണ്. എല്ലാവരും പറഞ്ഞു നമ്മൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടല്ലേ? ഇവിടെ മീൻ കപ്പയും എന്തോ കപ്പയും മീനും ഒക്കെ കൂട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അടിപൊളി ഫുഡ്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ സുജിത് ഭക്തൻ മച്ചാൻ ഇവിടെ എത്തിയ സ്ഥലമാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് വന്നത്. സൂപ്പറാട്ടോ, എല്ലാവരും പാട്ടോ പൊളിച്ച്. ഇവിടുന്ന് മേളിലോട്ടൊരു ഫോട്ടോ വേണം. എവിടെ ഇവിടെ വെള്ളം കിട്ടണം. ആ മലയും കൂടെ കിട്ടത്തക്ക മലയൂടെ കിട്ടണേ.